നമ്മളുടെ ഒപ്പം ഉള്ളത് അജു ആണ്. അജു എന്ന് തന്നെ പറയാനാ എനിക്കിഷ്ടം. എന്നാലും നിങ്ങളുടെ എല്ലാം ചെകുത്താൻ. അപ്പോ ചെകുത്താനെ പറ്റിയിട്ട് ഇന്നലെ ഒരു വലിയൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു. അതായത് ലാലേട്ടൻ ഫാൻസ് താങ്കളെ കയറി ആക്രമിച്ചു എന്നൊക്കെ. അതിലെന്താണ് വാസ്തവം? അതിപ്പോ അവര് വന്ന് പറയുന്നത് ഈ മോഹൻലാലിനെതിരെ വീഡിയോ ഇടാന്ന് ചോദിച്ചുകൊണ്ടാണ് ഉടക്കുണ്ടാക്കുന്നത്. നമ്മളിപ്പോ തട്ടുകടയിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അവന്മാരവിടെ നിൽക്കുക. ഒരുത്തൻ ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് ഇടപെടുന്ന ഒരുത്തൻ. അവരെന്തോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്കറിയത്തില്ല. ഭയങ്കര ഡിസോറിയന്റഡ് ആൻഡ് വയലന്റ് ആയിട്ടുള്ള ഒരു ആള്. പിന്നെ അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒന്ന് രണ്ട് പേര് ഇറങ്ങി വന്ന് ആദ്യം എന്നെ ഉന്തൊക്കെ ചെയ്തു. ഞാനപ്പോ വണ്ടി കയറാൻ നിൽക്കും, പിടിച്ച് വലിക്കുന്നു. നമുക്ക് സീറ്റ് വലിക്കാൻ പോവാം, നീ മോഹൻലാലിനെതിരെ വീട് ഇടുന്ന ആളല്ലേ, മറ്റല്ലേ മറിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉടക്കുന്നുണ്ട്. എനിക്ക് അത് ഇടോ ഓണോ ഡ്രൈവൻ എന്നൊക്കെ പറഞ്ഞപ്പോ വേർത്തുന്നു. അപ്പൊ ഇവരുടെ ഒരു ഇത് മട്ടും ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രശ്നം ഒഴിവാക്കാന്ന് കരുതി ആ തട്ടുകടയിലോട്ട് കയറാനായിട്ട് നടന്നങ്ങോട്ട് ആ ഫുട്പാത്തിൽ കയറിയ തട്ടുകടയോടെ നിൽക്കുമ്പോ പെട്ടെന്ന് ഇവൻ എവിടുന്ന് ഓടി ചാടി വന്നു ഒറ്റയിടി എനിക്കിട്ട് ഇവിടെ. ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇടിക്കുമ്പോ ഇവിടെ കൂടെ ചേർത്ത് കിട്ടിയതാണ്. ആ ഇടിക്ക് ഞാൻ വീണു കഴിഞ്ഞപ്പോ ഞാൻ എഴുന്നേൽക്കുമ്പോ തന്നെ ആൾക്കാരെ കൂടുന്നു, മറ്റൊരു മാർട്ടിന്ന് ഇങ്ങനെ വരുന്നു. ഞാൻ നേരെ എന്ത് ചെയ്തു, തട്ടുകടയിൽ കയറിയിട്ട് പോലീസിനെ വിളിച്ചു. 112 വിളിച്ചിട്ട് അവര് പറഞ്ഞു. അത് കഴിഞ്ഞ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു ലൈനിൽ പോലീസുകാരുണ്ട്, ഇപ്പൊ അവര് വരും. പക്ഷെ പിന്നെ വിളിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ പോലീസുകാരില്ല, നിങ്ങൾ പോയി അഡ്മിറ്റ് ആയിക്കോളാം. അപ്പൊ ഞാൻ നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ അവന്മാർ അവിടെ നിൽക്കുന്നു. അവർ നമ്മളെ കണ്ടിട്ട് നമ്മളൊക്കെ മുന്നേ ഇവിടെ എത്തിയാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ തരും വരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നിട്ട് ഫോളോ ചെയ്തിട്ട് നമ്മളെ ചാടി കയറിയതാണെന്ന് അറിയത്തില്ല. അവരുടെ എത്ര മിനിറ്റ് മുമ്പ് വന്നോ നമുക്ക് അറിയത്തില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെയും കിടന്ന് ഇമാര് പ്രശ്നമാണ്. ഒരു വല്ലാത്ത രീതിയിലേ ഇവർ ബിഹേവ് ചെയ്യുന്നത്, ഒരു അബ്നോർമൽ ബിഹേവിയർ. മൊത്തത്തിലൊരു അവര് ഡ്രഗ്സോ അതുപോലെ ലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും നോർമൽ അല്ലായിരുന്നു. അത് തൂഫാൻ കേസാണ് ശരിക്കും. തൂഫാൻകാർ ഇവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും വേണം പിടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവരുടെ ആളുകൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല. ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ആയിട്ട് ഇപ്പോ നമ്മളിപ്പോ എന്ത് കഴിച്ചാലും ഈ അക്രമം ഉണ്ടാകുന്ന ആൾക്കാരെ മനഃപൂർവ്വം ഇവിടെ പ്ലാൻ ചെയ്ത് വന്നതാണോ അതോ നാച്ചുറൽ ആയിട്ട് കണ്ടപ്പോ? ഞങ്ങൾ ആ ലുലുന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇടുന്ന ചിന്താനേടാ വിളിച്ചോണ്ട് അപ്പൊ നമ്മളോർത്ത് ഇത് വെറുതെ പോകുന്നില്ല, ഇമാര് എന്തോ കലിപ്പുണ്ടാക്കിയിട്ട് പോവാ, വെറുതെ ഇടയ്ക്ക് കിടന്ന് ഇങ്ങനെ ചൊറുകല്ലേ. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ തന്നെ പിന്നെ വണ്ടി എടുത്ത് പോകുമ്പോൾ ഇതേപോലെ വണ്ടിക്കകത്ത് ഇവർ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നി. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഒരു പ്രാവശ്യം കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടോട് വീഡിയോ എടുത്തോണ്ട് വന്നപ്പോ അവൻ പറയുന്നത് അവൻ പറഞ്ഞപ്പോഴാണ് അത് ഓർത്ത പോലും. അതായത് ഇവര് കുറച്ച് ഒരു ദൂരം ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ടാ നീ എന്തോടാ അതും ഇതുപോലെ തന്നെ മോഹൻലാലിന് വീഡിയോ ഇടുവാണെന്ന് ചോദിച്ചിട്ട് പോയി. ഇവര് തന്നെയാണ് അത്, എനിക്കത് തോന്നുന്നത്. അത് കണ്ടാൽ അവന്മാർ എപ്പോഴും അടി ഉണ്ടാക്കാൻ പരുവത്തിനുള്ള ആൾക്കാരാണ്. ഏകദേശം എത്ര പേരുണ്ടായിരുന്നു? 5 പേര്. 5 പേരെ വയസ്സൊക്കെ എത്ര? ഒരു 30 വയസ്സ് താഴെയുള്ളവരൊക്കെ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അഡ്മിറ്റ് ആയല്ലോ. എനിക്ക് ഡോക്ടർ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ ഇവനും ടോക്കണൊക്കെ എടുത്തോണ്ട് വന്നിട്ട് എനിക്കെതിരെ ഞാൻ അവനെ തല്ലിയത് കൊണ്ടാണ് ഞാൻ ഇവനെ തിരിച്ചു തല്ലിയാന്നുള്ള രീതിയിൽ പറയാനൊക്കെ CCTV ദൃശ്യങ്ങളുണ്ടല്ലോ. ഞാൻ അവരെ തല്ലുന്ന ഞാൻ അവിടെ നിന്ന് മാറിയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരവിടെ വന്ന് ഇവൻ എന്തൊക്കെയോ പറയുക, ഞാൻ സെൽഫ് എടുക്കാൻ ഇവൻ സീൻ കാണിച്ചെന്ന് എന്തൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഇവരുടെ മെഡിക്കൽ എടുക്കണം, ഇവരെന്തോ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പൊ അത് പിടിക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിച്ചു. വീണ്ടും പറഞ്ഞു ഇവിടെ ഇവരുടെ മെഡിക്കൽ എടുത്തിട്ടില്ല. അവര് പറഞ്ഞു പോലീസാ എടുക്കേണ്ടെന്ന്. അപ്പോഴത്തേന് പോലീസുകാരുടെ ഇവിടെ ഇമാര് അലമ്പാന്ന് പറഞ്ഞപ്പോ പോലീസുകാർ വന്നു. അപ്പൊ ഈ നേരത്തെ ഇമാര് പോയി പുറത്ത് മെഡിക്കൽ കോളേജിന്റെ വാതിൽ കയറുന്ന സിഗരറ്റൊക്കെ വലിക്കുക. അതാണ് വീഡിയോ വിഷ്വൽസ് കണ്ടിരുന്നു. ഇത് കുറെ പേര് നിന്ന് സിഗരറ്റ് വലിക്കുന്ന അതിന്റെ വാതിൽ കയറുന്ന സിഗരറ്റും വലിച്ച് പോലീസുകാർ വന്നപ്പോ ഇമാര് മുങ്ങി. അപ്പോഴത്തേന് ഡോക്ടർ ഇത് കണ്ടപ്പോ പറഞ്ഞു ഇവനെ ഞാൻ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ആണല്ലോ, അപ്പൊ അബ്സ്കോണ്ടിങ് ആയതുകൊണ്ട് അവരുടെ ഇത് എടുക്കുന്നില്ല, കേസ് എടുക്കത്തില്ല, അവര് മുങ്ങിയാടുന്നു. അപ്പൊ അങ്ങനെയാണ് അവര് പോയതാടുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോലീസുകാർ വന്നു. ഇന്നലെ വൈകുന്നേരം FIR ഇട്ടത്. അപ്പൊ ഇനി കണ്ടുപിടിക്കാനാണ് എളുപ്പമായി ഇവരെ. കാരണം ഇവൻ ടോക്കൺ എടുത്തിട്ടുണ്ട്,
അപ്പൊ മെഡിക്കൽ കോളേജിൽ അവൻ അഡ്രസ് കൊടുത്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മെഡിസിൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അല്ല, അവന്മാര് ഇതുപോലെ അഡ്മിറ്റ് ആയിട്ട് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ. എല്ലാരും, അതായത് നിങ്ങൾക്കെതിരെ കൗണ്ടർ പെറ്റീഷൻ. ഓക്കെ. അതിന് വേണ്ടിട്ട് ചെയ്തപ്പോ അവനവിടെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ അഡ്രസ് അടക്കം അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടും പോലീസ്. പിന്നെ CCTV വിഷ്വൽസ് മെഡിക്കൽ കോളേജിലെ ഉണ്ട്. ഗവൺമെന്റ് സ്ഥാപനമാണ്. ഗവൺമെന്റ് സ്ഥാപനമായ പോലീസിന് ഗവൺമെന്റ് സ്ഥാപനമായ മെഡിക്കൽ കോളേജിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ തട്ടുകടയുടെ അവിടുത്തെ വിഷ്വൽസ് കിട്ടിയാലും ഞാൻ കാണിച്ചു കൊടുക്കാൻ കൃത്യമായിട്ട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ അഥവാ അത് അവരെ കണ്ടെത്തുന്നില്ലെങ്കിൽ വേണേ ഒരു വീഡിയോയിൽ കാണിച്ചാൽ അവരോട് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ആൾക്കാർ പറഞ്ഞു തരും. അത്രേ ഉള്ളത്. വലിയ കാര്യമൊന്നുമില്ല. അവരെ ഇപ്പൊ ഇന്നോ നാളെയോ പറഞ്ഞാൽ പോലീസ് പിടിക്കാൻ. കാരണം അവര് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള, കാരണം നോർമലായിട്ടല്ല ആ വിഷ്വൽസ് ഞാൻ കണ്ടു. എല്ലാരും ഒരു നോർമൽ പേഴ്സൺസ് ആയിട്ടല്ല ഫീൽ ചെയ്തിരുന്നത്. അതുപോലെ നോർമലായിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ ഒരു മെഡിക്കൽ കോളേജിന് വാതിൽ സിഗരറ്റ് വലിക്കുക, ഇത്രയും പബ്ലിക് പ്ലേസിൽ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യത്തില്ല. മനസ്സിലായി? അവർക്ക് ആ സ്ഥലത്ത് കിട്ടിയപ്പോ തന്നെ അവരങ്ങ് വഴക്കുണ്ടാക്കുക. മനസ്സിലായില്ലേ? അല്ലെ, ഓരോരുത്തർക്ക് ഫാൻസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഫാൻസ് ഉണ്ട്. അത് പക്ഷെ ആക്രമണാശക്തി അതിന് അജു ഈ അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പഴയ ചെയ്തതല്ലേ, അതിന്റെ റിവെഞ്ച് ആണോ ഇപ്പൊ തീർത്തത്? എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ പിന്നെ പേര് മിസ്യൂസ് ചെയ്തതുപോലെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന്റെ പേര് അറിയത്തില്ല. നമുക്ക് ഇവരെന്താ ചെയ്യുന്നത്? ഇവര് പറയുന്നില്ല, അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ പഴയ ഒരു വീഡിയോയുടെ പേരും പറഞ്ഞ് ഇപ്പൊ വന്ന് ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് താങ്കളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അവര് കണ്ടെത്തിയ ഒരു മാർഗം ലാലേട്ടന്റെ പേര് അങ്ങനെ നടക്കുമല്ലേ ഇവന്മാര്. അതുകൂടാതെ ഇവരുടെ കൂട്ടുകാരാണല്ലോ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാരും മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരേ സ്വഭാവം കാണിക്കുമല്ലോ. അതാണ്. അല്ല, അങ്ങനെ നിർബന്ധമില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഒരാളെ ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഗ്യാങ്ങിലുള്ളവര് പിന്നെ 5 പേരൂടെ ഒന്നിക്കുമ്പോ ഭയങ്കര ശക്തന്മാരായിരിക്കും. ഒറ്റയായിട്ട് നിൽക്കുന്ന ആളെ ആക്രമിക്കുക നമ്മളിപ്പോ 5 പേരുണ്ടാകും, ചിലപ്പോ ഈ അടിയൊന്നും നടക്കില്ല. അത് നൈസായിട്ട് അവരങ്ങ് പോവായിരിക്കും. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുപോലെ തന്നെ അവര് നമ്മളെക്കാൾ സൈസുള്ള ആൾക്കാരാ. അവൻ പറയാ ഞാൻ അവനെ ഇടിക്കാൻ ചെന്നത്. നല്ല കളിയായി. ഞാൻ ഇതുവരെ ആരെ ഇടിച്ചതായിട്ടൊരു ചരിത്രമില്ല എനിക്ക്. അക്രമം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും എന്റെ ഇല്ല. വീഡിയോ പറയാറുണ്ട്, അത് നമ്മൾ പറയുന്ന പോലെ പറയാറുണ്ട്. ഓപ്പറേഷൻ തൂഫാൻകാർ ഇവരെയൊക്കെയാ പിടിക്കേണ്ടത്. ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് പുറത്തുള്ളവരുടെ നേരെ അക്രമം വരെ ഉണ്ടായി. ഇപ്പോഴ് ഇവര് ലഹരി എല്ലാം പിടിക്കുവാണ്, മറ്റേതാക്കുവാണ്. അല്ല, എനിക്ക് തോന്നുന്നു തുഫാന്റെ ഇങ്ങനെ ലഹരി വേട്ട നടക്കാൻ തുടങ്ങിയതിന് ശേഷം കൂടുതൽ ആക്രമണം ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു അല്ലേ? സാധാരണ കുറയേണ്ടതല്ലേ? ഭയം കിട്ടാത്തതിന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. അല്ല, ഇവരെന്തായാലും എന്തായാലും ഉപയോഗിക്കുന്നവരായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ചെയ്യാൻ സ്വബോധമുള്ള മനുഷ്യർക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യുന്നത് എന്താ? നിയമത്തെ പേടിയില്ലേ? ഇവരെന്നെ പേടിക്കണ്ടല്ലോ. എന്നെ അല്ലല്ലോ പേടിക്കുന്നത്. ഞാൻ ആരെയും ഇവിടെ തന്നെ പേടിച്ചിട്ടില്ലല്ലോ. ഞാൻ തന്നെ കുത്തി കൊല്ലാത്ത. നിയമത്തെ പേടിക്കണ്ടേ? ദൈവം ഉണ്ടെന്നുള്ള വിചാരം കൊണ്ടും പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിനെ ചെയ്യുന്നില്ല. ഇവർക്ക് അതിനുള്ള മാനസിക നിലയില്ല. അപ്പൊ ഇവരുടെ ശരിക്കും ഇവരുടെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ആൾക്കാരെ കണ്ടെത്താൻ ഈസിയാണ്. പോലീസ് കണ്ടെത്തുക മാത്രമല്ല, ഇവന്മാരെ പരിശോധന, ഇവർക്ക് ഡ്രഗ് ഡീലുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് വരെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനത്തെ അക്രമം നടന്നിരിക്കുകയാണ്. എന്താണ് ഇനി ഇവര് മുന്നേ എന്തെങ്കിലും കേസുള്ളവരാണെന്നൊക്കെ ഇപ്പൊ അന്വേഷിച്ചാലേ അറിയാൻ പറ്റത്തില്ല. ഇനി ഉണ്ടാക്കും ഇവര്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടുവരുന്ന നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് പ്രതികരിക്കുകയോ, ഒരുപാട് ആരാധകരുള്ള സൂപ്പർ സ്റ്റാറുകളെ പറ്റിയോ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാരും അവരെ തെറിയും മാത്രമല്ല, അവര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്, അവര് പിന്നെ ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നുമില്ല, മോശക്കാരാണ്, പീഡന കേസിലെ പ്രതി അങ്ങനെ മൊത്തത്തില് ഇപ്പം പേഴ്സണലി എനിക്ക് സജുനെ അറിയുന്ന അജുന് ഈ പറയണ നിങ്ങൾ പറയണ പോലെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ നോർമലായിട്ട് കാണുന്ന വ്യക്തിയാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞാലും എന്നെ ഈ ഒരു വീഡിയോയും കൊണ്ടുപോയിട്ട് ട്രോളും. അത് വേറെ കാര്യം. എന്റെ കൂട്ടുകാരോ പരിചയത്തിൽ ആരും തന്നെ ആ ഒരു ലഹരി ഉപയോഗിച്ചിട്ടോ അല്ല പെരുത്തിരിക്കുന്നതോ അല്ല ഒരു കച്ചറ ഉണ്ടാക്കുന്നതായിട്ടോ കണ്ടിട്ടില്ല. പിന്നെ വല്ല പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന സ്ഥലങ്ങളേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടിയിട്ടുമല്ല. മനസ്സിലായോ? അങ്ങനത്തെ വല്ല സ്ഥലത്തൊക്കെ ഇടപെടുമ്പോൾ ചിലപ്പോൾ ആ രീതിക്ക് ഇടപെടേണ്ടി വരും. പിന്നെ ഞാൻ സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഇടിക്കാനൊന്നും പോകുന്ന പരിപാടിയൊന്നും എൻ്റെ ഇല്ല. പിന്നെ ഇതുപോലെ അടിച്ചു വരുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ ആരും കണ്ടിട്ടില്ല. ഞാൻ ആറാട്ടനോട് ചോദിച്ചു, ഇല്ല ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അയാൾ ഇതുപോലെ പറയുന്നുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ആരും കാണത്തില്ല എന്നെ. അപ്പൊ ആ സാധനമൊക്കെ വെറുതെ പറയാന്നേ ഉള്ളൂ.
ഇനി ഇതുപോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഒത്തിരി. ഉണ്ട്. ഇത് ഇങ്ങനെയുള്ളവന്മാര് ഏത് അല്ല, ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. റിവ്യൂ ചെയ്യാന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറയട്ടെ, അവർക്ക് എന്തിനാ ഇവരെങ്ങനെ ഇങ്ങനത്തെ ഒരു ആക്ഷനിലോട്ട് നീങ്ങുന്നത്? ഇവരുടെ ആരായി മോഹൻലാൽ? മനസ്സിലായോ? ഇവനിപ്പോ കേസായി. എന്താ ഇപ്പൊ മോഹൻലാൽ വരും ഇവന്റെ കൂടെ കേസിന് എല്ലാ ദിവസവും? അല്ല, അതൊക്കെ നേരത്തെ കഴിഞ്ഞു പോയ കാലങ്ങൾക്ക് മുന്നേ ഒരു റിവ്യൂ ഇട്ടെന്നും പറഞ്ഞിട്ട് അതിന്റെ പേര് ചുമ്മാ. മോഹൻലാലിനെ പറ്റി വീഡിയോ ഇടാറുണ്ട്. അത് ഇനിയിടും. അത് എന്തുണ്ടെങ്കിലും ചിലപ്പോ ഞാൻ ഇട്ടോണ്ടിരിക്കും. അതിന് ഇവര് വന്ന് ഇത് കാണിച്ചാലും ഞാനിടും. അത് ഇവർക്ക് വെളിവില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന പരിപാടിക്ക് ഞാൻ എന്തിനാ ഇതൊക്കെ നടത്തുന്നത്? അല്ല, പുള്ളിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. എന്തിനേ ആരാധകരെന്നും പറഞ്ഞിട്ട്. ഇതേപോലത്തെ വിവരമില്ലാത്തവരുടെ ഒരു താരവും കൂടാണ് ഈ മോഹൻലാൽ. അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ബുദ്ധി ഇല്ലാത്തവർക്ക് എങ്ങനെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതും വേറൊരു പ്രശ്നമാണ്. വേറെ നടന്മാരുടെ പേരിൽ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ആസിഫ് അലിയുടെ ഏതോ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു പ്രാവശ്യം ദിയാസനെ ആക്രമിക്കുകയാണ്ട് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ മോഹൻലാൽ ഫാൻസിന് ഇത് സ്ഥിരമായി ഇങ്ങനെ ഇവരാണെങ്കിൽ ഇവര് മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും പ്രശ്നം. ഫാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞു പോയൊരു സംഭവം താങ്കളെ ഓർത്ത് വെച്ചിട്ട് താങ്കളെ പിന്തുടർന്ന് വരിക, അത് ആക്രമണം. അതിലിപ്പോ റീസെന്റ് ഏതെങ്കിലും ഒരു വീഡിയോ താങ്കൾ അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് എന്താ റിവ്യൂ കൊടുത്തിരുന്നു എങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇവിടെ വാർത്തക്കകത്ത് പറയാണ്ട് ദൃശ്യം 3യുടെ റിവ്യൂ പറഞ്ഞു. അത് അങ്ങനെ ഒരു സംഭവം അതിനകത്തും ഒന്നും പറഞ്ഞിട്ടില്ല പറയുന്ന പോലെ. ഒരു പാഠം അത് ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. പാഠം പൊട്ടുകയും ചെയ്തു. ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇമാര് വന്ന് ഈ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എനിക്ക് അറിയേണ്ടത് ആരാണ് ഈ ചെകുത്താൻ? എന്ത് ചെകുത്താൻ? താങ്കളെ എന്തിന് എല്ലാരും ചെകുത്താനെന്ന് ചെകുത്താനെന്നുള്ള സ്വഭാവം പേരിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഒരു പേരിട്ട് പേര് എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടി. അത് മാത്രമല്ല, ഈ ചെകുത്താൻ എന്ന് പറയുന്നത് ഭയങ്കര എന്തോ പേടിപ്പിക്കുന്ന സാധനമായിട്ടാണ് ഈ മതങ്ങള്. അതിപ്പോ പ്രത്യേകിച്ച് ക്രിസ്ത്യാനി മുസ്ലിം ചെകുത്താൻ രാക്ഷസൻ നല്ല ചെകുത്താൻ സാത്താൻ ഒരു നെഗറ്റീവ് ഇങ്ങനെയൊക്കെയാണല്ലോ മനസ്സിലാക്കി. ഇതിനകത്തുള്ള തമാശ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവനെ പറ്റി അങ്ങനെ ചെകുത്താന്റെ ആ പേരെങ്ങനെ അല്ല ശരിക്കും അങ്ങനെ ഉണ്ടായി. പലയിടത്തും ഇതൊക്കെ പറയുമ്പോ ആൾക്കാർ ചിരിക്കുവോ? പക്ഷെ നമുക്കറിയാവുന്ന ആളാണല്ലോ എന്നാ പറയുന്നത്. അത് ഞാൻ ഓർക്കുവാണ്. ഈ പേരുകള് എന്ത് പേര്? ഇപ്പൊ രാവണൻ എന്നിട്ട് എന്താവും? ഒന്നുമില്ല. അതിന് ഞാൻ ദൈവം എന്ന പേരിട്ടിന് ഇവരെന്ത് ചെയ്ത്? ഞാനിതാ പറയുന്നത്. അതിന് ചെകുത്താന്ന് പറഞ്ഞാലും അജു എന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറഞ്ഞാലും എഫക്ട് ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു നെഗറ്റീവ് പേരാണ്, കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കും. പിന്നെ ചെകുത്താന്നൊക്കെ വിളിച്ചിട്ട് ചെകുത്താൻ ചേട്ടൻ, ചെകുത്താൻ ബ്രോ, ചെകുത്താൻ സാറൊക്കെ ഉണ്ട്. ഇന്നലെ എന്നെ ഒരാൾ കണ്ടപ്പോ പുള്ളിക്കാരി പറയാ ചെകുത്താൻ മാമൻ കൊച്ചിനെ കാണി. താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ വിളിക്കത്തുള്ളൂ. ഇങ്ങനത്തെ സാധനങ്ങൾ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ പേരിന് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൂട്ടത്തിൽ വിളിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലൊരു പേരാ. അല്ല, ശരിക്കും ആൾക്കാർക്ക് അറിയാൻ പലർക്കും അറിയാവുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ. പേഴ്സണലി ആരാണ് ഈ ചെകുത്താൻ? ചെകുത്താന്റെ യഥാർത്ഥ പേരെന്താണ്? അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇലക്ഷനൊക്കെ മത്സരിച്ചോണ്ട് വിക്കിപീഡിയയിലൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഫാമിലി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഒരു ഭാര്യ ദുബൈയില് അവള് വർക്ക് ചെയ്യുന്നു. ഫാമിലി അത്രയും പേരേ ഉള്ളൂ. അല്ല, പൊതുവെ എല്ലാവരുടെ ധാരണ ചെകുത്താൻ സിംഗിൾ എന്നാണ്. അപ്പൊ ഭാര്യയൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അജുന്റെ വർക്ക് എന്താ അജു ചെയ്യുന്നത് ഇപ്പൊ യൂട്യൂബിന്റെ? മാത്രമല്ല, എനിക്ക് ഈ ഒരു ക്ലീനിങ് കമ്പനി ഉണ്ട്, അത് തിരുവല്ലയില്. പിന്നെ ഒരു നമ്മളാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ വീണ്ടും ആയി വരുന്ന ഒന്ന് ചെയ്തു. പക്ഷെ അത് ഇനി വെബ്സൈറ്റ് പോരാതെ ഞാൻ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ചാരിറ്റി തട്ടിപ്പ് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ഞാനത് സോൾവ് ചെയ്തിട്ടുണ്ട്, തട്ടിപ്പ് ഇല്ലാതാക്കിയിട്ടുണ്ട്. കാരണം ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് റേസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് ചെയ്താൽ ആർക്കും ഇതിനകത്തൊന്നും കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള ബ്ലാക്ക് മെയിൽ ലോണ്ടറിങ് അടക്കം നിർത്താൻ പറ്റും. അപ്പൊ ഈ സാധനം ടെക്നിക്കലി സോൾവ് ആണ്. ഒരു 90%, 100% പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഒരു ചാരിറ്റബിൾ നടത്തി ഇവിടെ എന്തെങ്കിലും ആകാന്ന് ഉദ്ദേശിച്ചല്ല അത് ചെയ്തേക്കുന്നത്. ഞാനും ചെയ്യും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാല് ഈ തട്ടിപ്പ് നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ടൈപ്പ് ഒരു സാധനം ഇത്. കാരണം ഇന്ന് ഈ ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം യൂസ് ചെയ്താൽ തട്ടിപ്പ് നിർത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഗവൺമെന്റ് എന്ന് പറഞ്ഞവർ ഇത് ചെയ്യേണ്ടതാണ്. ഗവൺമെന്റ് അടക്കം ട്രാൻസ്പെറന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇലക്ഷൻ നിന്നത്. അപ്പൊ അഴിമതി അങ്ങ് നിന്നു, അതുപോലെ അനാസ്ഥ നിന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എഫക്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റിസൾട്ട് അതായിരിക്കണം. ഇപ്പൊ ഈ ചാരിറ്റിയിൽ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിനകത്തുനിന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഏത് സമയത്ത് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ അവർക്കത് അറിയിക്കാൻ പറ്റും.
അത് അറിയിക്കുമ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ടില്ല തട്ടിപ്പ്. കറക്റ്റ് ആക്കിയാൽ കറക്റ്റ് ആക്കാനുള്ള സമയം കൊടുക്കണം. അതായത് ഒരാളുടെയും പൈസ പോകരുത്, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട പൈസ കൃത്യമായിട്ട് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ അവരുടെ കാര്യം മനസ്സിലാക്കണം. ഇത് രണ്ട് സൈഡിലും ഒരുപോലെ കളിപ്പിക്കുക. ഇപ്പൊ നിങ്ങളൊരു 100 രൂപ കൊടുക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത 50 ആണെങ്കിൽ അയാളെയും പറ്റിച്ചു നിങ്ങളെയും പറ്റിച്ചു. ഈ നടുക്ക് നിൽക്കുന്നവൻ ഒരു വലിയ കള്ളനാണ്, മനസ്സിലായില്ല. അതിനെ ഒഴിവാക്കാൻ നിങ്ങളും അവരും തമ്മിലാണ് ഡീല്. അതിന്റെ കണക്ക് നോക്കുന്ന ആളായിട്ട് നിന്നാ മതി. ഈ ട്രസ്റ്റിന്റെ ഒരു അക്കൗണ്ടും ഉണ്ട്, നമ്മള് കറണ്ട് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴേ ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സെറ്റപ്പിന് ഒരു നാണക്കേടുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. ആരും അങ്ങനെ അല്ല, നമ്മളെ ഇപ്പൊ ചാരിറ്റിയുടെ നമ്മൾ ഏതെങ്കിലും ഒരു അത്യാവശ്യം നല്ല ചാരിറ്റി ചെയ്യുന്നവർ പോയ ഒരു എമൗണ്ട് ഒരു 10 പേർക്ക് വേണ്ടി ഒരു സഹായത്തിന് വേണ്ടി ചോദിച്ചാൽ പോലും എല്ലാവർക്കും സംശയ ദൃഷ്ടിയോട് കൂടിയാക്കാം. പക്ഷെ 90% തട്ടിപ്പ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയുന്ന ഒരുപാട് ചാരിറ്റി ട്രസ്റ്റുകൾ ഉണ്ട്. അവിടെ തന്നെ മാത്രമല്ലെന്നേ, ഇതിനകത്ത് തട്ടിപ്പുകാര് 100% ഇല്ല. ചിലപ്പോൾ ഒരു 90% തട്ടിപ്പുകാരെ കാണത്തുള്ളൂ. പക്ഷെ ബാക്കി 10% ഓർഗനൈസേഷൻസ് ആണ്. എന്താ പറയണ്ടേ, ഫേമസ് ആയിട്ടുള്ള അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് തന്നെയാണ്. പക്ഷെ ഇവരുടെ എക്സ്പെൻസ് നിങ്ങൾ ചോദിച്ചാൽ അത് ഭയങ്കര കൂടുതലാണ്. കാരണം നമുക്കറിയുന്ന ഒരുപാട് ട്രസ്റ്റുകളുണ്ടല്ലോ. എനിക്കറിയാം അതൊക്കെ. അതായത് കൂടുതലും അവരുടെ പബ്ലിസിറ്റിക്ക് വേണം, അവിടുത്തെ സാലറി, നമ്മളിതെല്ലാം പബ്ലിഷ് ചെയ്തേക്കുക. നമ്മളിവിടെ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ട്രസ്റ്റിന് ഉപയോഗിക്കുകയോ സാലറി കൊടുക്കുകയോ എന്ത് ചെയ്താലും പബ്ലിക്കിന് കാണാം. അതല്ല, അതിന്റെ മെയിൻ ചെയർമാനൊക്കെ വീടുകൾ വെക്കുന്ന സ്ഥലം, സ്വന്തമായിട്ട് വീട്, കോടികളുടെ വീട്, ബിൽഡിങ്ങുകൾ, പിന്നെ എന്താ പറയാ വാഹനങ്ങള്, ബിസിനസ്സും ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ്. അവര് റിച്ചായി ഈ പാവങ്ങളുടെ മറവിൽ. അങ്ങനെ ഒരുപാട് എറണാകുളത്ത് പറയാൻ പറ്റാത്ത അത്ര ചാരിറ്റി സെന്ററുകളുണ്ട്. നമുക്ക് ഓണായിട്ട് പ്രവർത്തിച്ച സ്ഥലം. ഇവരെല്ലാം ജെന്യൂൻ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അവര് ഈ ട്രാൻസ്പെറന്റ് ആയിട്ട് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചു, ആപ്പ് അവർക്ക് ഉപയോഗിക്കരുതോ? ഇന്നേ വരെ ഒരാൾ അത് എടുത്തിട്ടില്ല. എന്തോ അവർ ഉപയോഗിക്കാത്ത ഈ ഗവൺമെന്റ് എന്തിനിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവും. അവർക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാതില്ലെങ്കിൽ ഇനി ഇവിടെ ഒരു ട്രസ്റ്റ് റൺ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അങ്ങ് പാസ്സാക്കണം. അതോടെ തട്ടിപ്പ് തീർന്നു. ഒരു നല്ലൊരു ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യും. കാരണം ഇങ്ങനത്തെ തട്ടിപ്പുകൾ നിർത്തേണ്ടത് ഗവൺമെന്റിനെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഗവൺമെന്റിൽ തട്ടിപ്പുണ്ടല്ലോ, ഒരുപാട് അഴിമതി നടക്കുന്നതായിട്ട് വാർത്തകൾ. അത് എന്തുകൊണ്ടാണ് ഈ ചാരിറ്റി സെന്ററുകൾ അധികമാകുന്ന, അതും കൂടെ ചിന്തിക്കണം. നമ്മളുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് പല പ്രാവശ്യവും സഹായ ഹസ്തങ്ങൾ അവരുടെ ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റ് സഹായിക്കണില്ല. അപ്പോഴാണ് ഇതുപോലെ പ്രൈവറ്റ് ചാരിറ്റി സെന്ററുകളൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ട്. ചാരിറ്റി അതുകൊണ്ടാണ് കൂടുതൽ ചാരിറ്റി സെറ്റപ്പാണ്. അത് അവർക്ക് നേരത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും വേറൊരു എല്ലാ ഗവൺമെന്റിന് വേറൊരു സംഭവം തുടങ്ങേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ട് അതിനുള്ള വേറെ സെറ്റപ്പ് ഉണ്ടാക്കുന്നില്ല. ഇവര് ഏത് സ്ഥാപനം ഇവിടെ ഉള്ളത്? ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുകൂടെ ആയാൽ പിന്നെ പറയണ്ട. പിന്നെ അതിനകത്ത് അഴിമതി കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളാവും. അത്രേ നടക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇനി അതിന് സാധ്യതയില്ല. ഞാൻ പറയുന്നത് ഗവൺമെന്റിനകത്തുള്ള അഴിമതിയും അനാസ്ഥയും പോലും ഇപ്പൊ നമുക്ക് 5Gയും AI വന്ന സമയത്ത് ഇങ്ങനൊരു ട്രാൻസ്പെറന്റ് ഗവർണൻസും ഗവൺമെന്റ് ഓൺ ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞൊരു ആശയമായിട്ടാണ് ഞാൻ ഇലക്ഷൻ മത്സരിച്ചിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് പറഞ്ഞത്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ആൾ പറയുന്നത്. അതാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇതെന്തോ ഉദ്ദേശിക്കുന്നെന്നുള്ളത്. ഇവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ എന്തോ കോടീശ്വരനാകാൻ പോവാന്ന്. ഇതിനകത്ത് ആർക്കും കോടീശ്വരനാകാൻ പറ്റില്ല. ഒരുത്തിനും അതിനകത്തൊന്നും അടിച്ചുകൊണ്ട് പോയി ആകാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് ഇവർക്ക് കിട്ടണം, കൊടുക്കണം, മേടിക്കണം, അത്രേ ഉള്ളൂ. അല്ല, ശരിക്കും ഒരാളൊരു പുതിയ വിഷയം മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊരു 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഇത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുന്ന പലപ്പോഴും അങ്ങനെ വരും. അത് പ്രചരിപ്പിച്ച് കൂടുതൽ സാധനം നമ്മൾ ചെയ്യാതെ വരത്തില്ല. അപ്പൊ ഞാനിപ്പോ അത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കേസ് എടുക്കും. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിടും. അങ്ങനെ തന്നെ അതിന് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ തട്ടിപ്പ് നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് എന്താ പറയുക ചെക്ക് പോയിന്റ്സ്, അല്ലെങ്കിൽ എന്താ പറയാ ഈ പറഞ്ഞ പോലത്തെ വീഡിയോസ്, കണക്കുകൾ ബോധിപ്പിക്കുന്ന രീതി, അതായത് ഒരു പബ്ലിക്കിന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതി പ്രസന്റ് ചെയ്യണം നമ്മൾ. എന്നാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ ഗവൺമെന്റിന്റെ വിവരാവകാശം എന്ന് പറഞ്ഞാൽ അത് ആർക്ക് മനസ്സിലാവും? അല്ലെ, എവിടെ പോയി ചോദിക്കുന്നു എനിക്കിപ്പോഴും അറിയത്തില്ല. ഇനി അത് കിട്ടിയാലോ, എന്തോ ഇത്? അങ്ങനെയല്ല, ടൈം ടു ടൈം അപ്ഡേറ്റാ വേണ്ടത്. മനസ്സിലായല്ല. നമുക്കിപ്പോ ഈ ടെക്നോളജി ഇരിക്കുമ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ കിച്ചൺ തൊട്ട് വണ്ടി ഇവിടെ വരെ വരുന്ന കാണുന്നുണ്ട്. ഗവൺമെന്റ് ഒരു സാധനം അങ്ങനെ കാണണം, എല്ലാം അത്ര വിസിബിൾ ആയിരിക്കണം നമുക്ക്. അതും ഒരു സാധാരണക്കാരന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് അവതരിപ്പിക്കാൻ. അതാ ഞാൻ ചെയ്തേക്കുന്നത്. അത് ഞാൻ ഗവൺമെന്റ് ചെയ്യാം, എനിക്കറിയാം അത് ചെയ്യാം. അതിനെ കുറിച്ച് ഇത് ഗവൺമെന്റിൽ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ വേണ്ടി അജു നേരിട്ട് ഗവൺമെന്റ് ആരെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാ ഇത്രയും പബ്ലിക്കായിട്ട് നിന്ന് ഇലക്ഷന് മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ ആരും ചോദിക്കാത്തേ?
അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഓൾറെഡി, ഗവൺമെന്റിനോട് നല്ല ഇന്ത്യയോട് മൊത്തമാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം അത് കണ്ടിട്ടുണ്ട്, കേട്ട് കാണണമല്ലോ. ഒരു കാൻഡിഡേറ്റ് അല്ല എന്ന് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ അങ്ങോട്ട് ചെന്ന് പറയേണ്ട അല്ല, നല്ല കാര്യങ്ങൾ എപ്പോഴും എന്താ പറയാ എത്താറില്ലല്ലോ. ഇവർക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. റിവ്യൂ ആയിരുന്നു അജു കൊടുത്തിരുന്നെങ്കിൽ ഇതെല്ലാം ചെവികളിൽ എത്തിയായിരുന്നു. മോഹൻലാലിനെ പറ്റി പറഞ്ഞ എല്ലാവരും കേൾക്കും. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാമോ? പൊട്ടത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറലാവും. ഇതൊന്നും ഇതുവരെ ശ്രദ്ധിച്ചില്ല. 5 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് ചെയ്താൽ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴും ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെ കണ്ടപ്പോൾ പറയുക, അതിന് സാധ്യത ഉണ്ട്. ഈസിയാണ്. നമ്മൾ ഭയങ്കര ടാസ്ക് ആയിട്ടൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് ബോധിപ്പിക്കുക, കണക്ക് ബോധിപ്പിക്കുന്ന പരിപാടിയേ ഉള്ളൂ. പബ്ലിക്കിന്റെ ഫണ്ടാണ്. നമ്മളെ കണക്ക് ബോധിപ്പിക്കുന്നതിന് എന്താ കുഴപ്പം? അതുപോലെ തന്നെ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യണ്ടേ? നമ്മുടെ സ്ഥാപനമാണേ. അതെ, അല്ല ഇത് വേറെ ആരും കൊണ്ടുവരുന്ന ബ്രിട്ടീഷുകാരല്ല ഇത്. നമ്മള് തന്നെ നമ്മളെ പ്രതിനിധി എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് പ്രതിനിധി എന്റെ സെറ്റപ്പിൽ ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഇലക്ഷൻ ഇല്ല. കാരണം നമ്മുടെ തന്നെ പവർ ഇരിക്കുന്നു. നമുക്ക് തന്നെ ഇത് കണ്ടറിയാനും പറയാനും പറ്റുന്നുണ്ട്. നമുക്ക് അതിനകത്ത് എന്താന്ന് വെച്ചാല് ഈക്വൽ പാർട്ടിസിപ്പേഷനും ഉണ്ട്, ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും വരുന്നുണ്ട്. അപ്പൊ ഇക്വാലിറ്റി വരെ പോസിബിൾ ആണ്. മനസ്സിലായി? ഏറ്റവും പാർട്ടിസിപ്പേഷൻ റെസ്പോൺസിബിലിറ്റി വന്നാൽ ഈക്വൽ ആണ് എല്ലാവരും. ഞാനും ഒക്കെ ഈക്വലാണ്. നമുക്കെല്ലാം ഇത് കാണാനും മനസ്സിലാക്കാനും അറിയാനും ഇവിടെ എന്ത് ചെലവായെന്നും എന്താണ് ചെലവാകാൻ കാരണമെന്നും അത് ഇനിയും എന്തെല്ലാം റവന്യൂ വരുന്നുണ്ടെന്നും എല്ലാം നമ്മൾ അറിയുക. നമ്മൾ ചുമ്മാ നോക്കുക കയറി. ഇപ്പൊ ഞാൻ നോക്കുന്ന ഒരിക്കലും ഇവിടുത്തെ KSRTC ബസ്സിന്റെ മെക്കാനിക്കിന്റെ പണിയൊന്നും ഞാൻ നോക്കത്തില്ല. പക്ഷെ ഇവിടുത്തെ ഒരു മെക്കാനിക്കിനെ നോക്കി ഓഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അവർക്ക് അതിന്റെ വിലയൊക്കെ അറിയാം. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ഒന്നും എടുത്തോണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ലോക്കാത്. അത്ര സിമ്പിൾ ലോക്ക്, ഏറ്റവും ഈസി സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ഭയങ്കര ടഫായിട്ടുള്ള ടാസ്ക് ഒന്നും അല്ല. എന്നിട്ട് അത് മനസ്സിലാകുന്നില്ല ഇവിടെ ഉള്ളവർക്ക്. അതിനിടയില മോഹൻലാലിന്റെ ഫാനാന്നും പറഞ്ഞു വിവരമില്ലാത്തവന്മാര്. ഇവനൊക്കെ കൂടെ വേണ്ടിയിട്ടാ ഞാനിതെല്ലാം പറഞ്ഞതെന്ന് ഓർക്കുമ്പോഴാ മനസ്സിലായി. ഇത്ര ആരാധന കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് അല്ലെ ഇവര് കാണിക്കുന്ന ഈ അതിക്രമങ്ങള്, ഓൺലൈനിലാണെങ്കിലും പുറത്താണെങ്കിലും ഇതുപോലത്തെ അക്രമങ്ങൾ ഒരുപാട് ഉണ്ടായി.